ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് കപ്പയും എല്ലും ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് വേവിച്ച് മാറ്റി വെക്കാം. പിന്നെ അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. അതായത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് മതിയാവും. ഇതൊന്ന് ചൂടായി വരട്ടെ. ആദ്യമൊക്കെ എന്താ പറയുക, നമ്മൾ മുസ്ലിംസ് കല്യാണത്തിനൊന്നും കപ്പ ബിരിയാണി ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാവുക ഈ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തലേന്ന് കപ്പ ബിരിയാണി ആയിരിക്കും. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് പോവില്ല കേട്ടോ, തലേ ദിവസം പോകുന്നത് തന്നെ. ഞാൻ മെയിനായിട്ട് പോകുന്നത് കപ്പ ബിരിയാണി കഴിക്കാനാണ്. അവരെ കപ്പ ബിരിയാണി തന്നെ സൂപ്പറായിരിക്കും. അപ്പോൾ അത് കഴിക്കാനാണ് കാര്യമായിട്ട് ഞാൻ പോകുന്നത്. പിന്നെയാണ് അവിടുത്തെ ചെക്കനും പെണ്ണിനെയൊക്കെ അന്വേഷിക്കുകയും കാണുകയൊക്കെ ഉള്ളൂ. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലാണ് കേട്ടോ അവിടെ ഈ കല്യാണ വീട്ടിൽ കപ്പ ബിരിയാണി നമുക്ക് കഴിക്കാൻ തരിക. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അതായത് 2 പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 5 or 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ടിനി നന്നായിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കും. അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് കളർ ചേഞ്ചായി വരുന്ന ടൈമിൽ നമുക്ക് ഒരു കാശ്മീരി മുളക്, പൊടിയല്ല മുളക്, കായ്, പിന്നെ 2 സാദാ മുളക് ഉണക്ക, അതായത് പൊടിക്കുന്ന മുളക് 2 ഇട്ട് കൊടുക്കുക. അതായത് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനിയും ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ട് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഇടുന്നത് മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ കാര്യമായിട്ടിടുന്നത് മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും നന്നായി വറുത്ത് അരച്ചെടുക്കുക. ഇപ്പം നേരത്തെ മാറ്റി വെച്ച കപ്പയും എല്ലും വേവിച്ചത് നമുക്കൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വലിയ പാത്രത്തിലേക്ക് മാറ്റിയത് നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ജാറിൽ എന്തായാലും തേങ്ങേൻ്റെ ഇതുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ വേണ്ടത് മിക്സിങ് ആണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പും നമ്മുടെ കപ്പയും എല്ലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സിങ് ആണ് മെയിൻ പരിപാടിൻ്റെ അത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഭയങ്കര കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ലൂസിലാക്കിയെടുക്കുക. എന്ന് വിചാരിച്ച് കുറേ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണ്ട. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഈ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്താ ചെയ്യണ്ട, ഒരുപാട് കപ്പ ഇങ്ങനെ ഉടച്ചെടുക്കൊന്നും വേണ്ട. കുറച്ച്
കഷ്ണവും ബാക്കി ഉടഞ്ഞിട്ടൊക്കെയാണ് വേണ്ടത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1-1.5 ടേബിൾ സ്പൂണോ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ